ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ് ഗലീലിയോ ഗലീലി. ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ് ഗലീലിയോ ഗലീലി. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം ജനകീയാസൂത്രണം. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം ജനകീയാസൂത്രണം. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയതാര്? മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയതാര്? മെഹബൂബ് ഉൽ ഹക്ക്. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് ആര്? മെഹബൂബ് ഉൽ ഹക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ യൂത്താണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ യൂത്താണ്ട്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്ററുകൾ. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്ററുകൾ. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് 2002 മാർച്ച്. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് 2002 മാർച്ച്. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? കരൾ. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? കരൾ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. ചന്ദ്രയാൻ ചന്ദ്രപഥത്തിൽ എത്തിയതെന്ന്. ചന്ദ്രയാൻ ചന്ദ്രപഥത്തിൽ എത്തിയതെന്ന് 2008 നവംബർ 8. ചന്ദ്രയാൻ ചന്ദ്രപഥത്തിൽ എത്തിയതെന്ന് 2008 നവംബർ 8. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസ്ലി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഖാദർ. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഖാദർ. ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? റിഷ്ര. ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? റിഷ്ര. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? കാൽ ബൈശാഖി. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? കാൽ ബൈശാഖി. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി ജോൺ മത്തായി. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യ മലയാളി ജോൺ മത്തായി. ഈയത്തിന്റെ അയർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈയത്തിന്റെ അയർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗലീന. ഈയത്തിന്റെ അയർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗലീന. ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ ആരുടെ വരികൾ? ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ ആരുടെ വരികൾ? ഇടശ്ശേരി. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ ആരുടെ വരികൾ? ഇടശ്ശേരി. തീക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തീക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? പി കുഞ്ഞനന്ദൻ നായർ. തീക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? പി കുഞ്ഞനന്ദൻ നായർ. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? യൂറോക്രോം. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? യൂറോക്രോം. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്നത് എവിടെ? നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്നത് എവിടെ? അറബിക്കടൽ. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്നത് എവിടെ? അറബിക്കടൽ. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? സിംസൺ. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? സിംസൺ. പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ്. പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ. പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ. നീലവിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? നീലവിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മീൻ. നീലവിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മീൻ. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ്.
ഗലീലിയോ ഗലീലി. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം. ജനകീയാസൂത്രണം. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയതാര്? മെഹബൂബ് ഉൽ ഹഖ്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. യൂത്ത് ആണ്ട്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്. ട്രാൻസിസ്റ്ററുകൾ. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്? 2002 മാർച്ച്. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? കരൾ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്? വരവൂർ. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം? 1954. ചന്ദ്രയാൻ ചന്ദ്രപഥത്തിൽ എത്തിയതെന്ന്? 2008 നവംബർ 8. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? വെല്ലസ്ലി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൺ പ്രഭു. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഖാദർ. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? റിഷ്ര. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? കാൽ ബൈശാഖി. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യ മലയാളി? ഡോക്ടർ ജോൺ മത്തായി. ഈയത്തിൻ്റെ അയർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗലീന. ഈ തറവാടുത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ ആരുടെ വരികൾ? ഇടശ്ശേരി. തീക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ ആര്? പി കുഞ്ഞനന്ദൻ നായർ. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? യൂറോക്രോം. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്നത് എവിടെ? അറബിക്കടൽ. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? സിംസൺ. പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്? 5 ലിറ്റർ. നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മീൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.